അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യമായിട്ട് ബിഗ് ബോസിന്റെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വോട്ടിംഗ് ക്ലോസ് ചെയ്യാനായിട്ട് 2-3 ദിവസം കിടക്കെയാണ് നമ്മുടെ തൊപ്പി വന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു. അത് പിന്നീട് ബിഗ് ബോസ് യൂണിവേഴ്സ് വേഴ്സസ് നമ്മുടെ ഗെയിമിംഗ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ തർക്കങ്ങളിലേക്കും മത്സരത്തിലേക്കും പോകുന്നു. തൊപ്പി സപ്പോർട്ട് ചെയ്ത ആൾ ജയിക്കുമോ, അല്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ചെയ്യുന്ന ക്രിയേറ്റേഴ്സും പിന്നെ അഖിൽ മാരാറും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റന്റ് ജയിക്കുമോ എന്ന നിലയിലോട്ടൊക്കെ പോകുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സംഗതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തൊപ്പി വന്നിട്ട് കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് എങ്ങാണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ ഒരുപാട് ആൾക്കാർ ഓരോ സീസണിലും വരാറുണ്ട്. അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വലിയ ഫാൻ ഫോളോവിങ് ഉള്ള ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് മാത്രം ഒരു കണ്ടസ്റ്റന്റിനൊന്നും ബിഗ് ബോസിൽ ജയിപ്പിച്ചെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ബിഗ് ബോസ് കാണുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും, ഏത് മനുഷ്യൻ വിചാരിച്ചാലും അവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരിത് കണ്ടോണ്ടിരിക്കുകയാണെന്നേ. കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം അവർക്ക് എന്താണ് ശരി. അവരുടെ ശരികളും ഇഷ്ടങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ കണ്ടസ്റ്റൻസിനും ഫാൻസ് ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി ആർക്കാണോ അവരാണ് ജയിക്കുന്നത്. അല്ലാതെ ഫാൻസ് ഇല്ലാതെ ആരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല. മെജോറിറ്റി ഫാൻസ് ഉള്ള ആൾ ജയിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ തൊപ്പി പറഞ്ഞിട്ട് ഒരാൾ ജയിക്കുന്നു എന്ന് അങ്ങനെ അത്രയും വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണെന്ന് നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന പ്ലെയറിനെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഈ സീസണിൽ പ്രേക്ഷക പിന്തുണ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുറവ് നെവിനും അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനുമാണ്. ഇവർക്കുള്ളതിനേക്കാൾ സപ്പോർട്ട് ഷാനവാസിനും അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്കും അനീഷിനും ഒക്കെ ഉണ്ട്. തൊപ്പി ഇപ്പോൾ വന്നിട്ട് പറയാണ്, ദാ നോക്കൂ, എല്ലാ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ് നെവിനും അക്ബറും, 5%, 6% വോട്ടേ ഉള്ളൂ. ദാ നമ്മുടെ ഗെയിമിംഗ് യൂണിവേഴ്സ് വിജയിപ്പിച്ച് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ, നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് ഒന്നാമത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കും, തൊപ്പി എന്ന് പറയുന്നത് മലയാളത്തിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് നമുക്ക് പറയാം. അല്ലാത്തടത്തോളം കാലം, അതായത് ഇപ്പോൾ തൊപ്പി വിചാരിച്ച വോട്ടൊന്നും വിടത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് ഇൻഫ്ലുവൻസർ വിചാരിച്ചാലും കുറേ വോട്ടുകളൊക്കെ വീഴുമല്ലോ, അത് ഉറപ്പാണ്. തൊപ്പി വിചാരിച്ചാലും അതൊക്കെ നടക്കും. തൊപ്പി മോശമായിട്ടുള്ള ആളാണെന്നോ അല്ലെങ്കിൽ വളരെ ദുർബലനായിട്ടുള്ള ആളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എസ്പെഷ്യലി ഞാൻ കേട്ടെടുത്തോളം ഗെയിമിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് രംഗത്ത് നമ്പർ 1, 2, 3 എന്നൊക്കെ പറയാവുന്ന മലയാളത്തിലെ ഒരു ക്രിയേറ്റർ തന്നെയാണ് തൊപ്പി. പക്ഷെ ബിഗ് ബോസിനകത്തുള്ള കേസ് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളൊരു സിനിമ കാണാതെ വന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നത് ശരിയാണോ? അതുപോലെയാണ് ഇവിടെയും. എന്ന് വെച്ചാൽ ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമ ഇറങ്ങി, ഇത് പോയി കണ്ടിട്ടുള്ള പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറയാണ്. ഇത് രണ്ടും കാണാതെ ഒരാൾ ഇരുന്നുകൊണ്ട് പറയാണ് നിങ്ങൾ പോയി മോഹൻലാലിൻ്റെ സിനിമ സപ്പോർട്ട് ചെയ്യുക, അതാണ് സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരമാണ്. മമ്മൂട്ടിയുടെ സിനിമ കൊള്ളത്തില്ല, മോഹൻലാലിൻ്റെ സിനിമയെ കൊള്ളാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടിത്തരമാണ് അല്ലേ? കാരണം നമ്മൾ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ. അതുപോലെ തന്നെയാണ് ബിഗ് ബോസിനകത്ത് 24/7 കാണുന്നവരുണ്ട്, എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുന്നവരുണ്ട്. അങ്ങനെ വലിയൊരു ഓഡിയൻസ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ അവസാനം സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ വന്നിട്ട് അത്രയും നാൾ കണ്ട പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവരൊരാളെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കാനും മാത്രം ഇൻഫ്ലുവൻസ് ഈ ഷോയ്ക്കും മുകളിൽ ബിഗ് ബോസ് ഓഡിയൻസിനും, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു എൻറ്റയർ ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ചാനൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കമ്പനി ആയിക്കോട്ടെ, അതിനും മുകളിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ വന്നിട്ട് അങ്ങ് ആര് വിന്നറാകണമെന്ന് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ അയാളെ നമ്മൾ നിസ്സാരമായിട്ട് കണ്ടാലൊന്നും പോരാ, അയാൾ വലിയ സംഭവമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം, അനീഷ് അല്ലെങ്കിൽ അനുമോൾ ഈ സീസണിൽ ജയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരിൽ ഒരാൾ ജയിച്ചിരിക്കും. ഇത് തൊപ്പി പറഞ്ഞില്ലേലും നമുക്കറിയാമല്ലോ. അതാണ് നമ്മളിവിടുത്തെ പ്രശ്നം. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് അറിയാം. കാരണം രണ്ടുപേർക്ക് സപ്പോർട്ട് ഉണ്ട്. കുറച്ച് കൂടുതൽ സപ്പോർട്ട് അനുഭവിക്കുന്നുള്ളൊരു കമ്മ്യൂണിറ്റി പോളുകളിലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതനുസരിച്ചിട്ട് നമുക്കൊരു ഡിസിഷൻ ഒന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരിൽ ഒരാൾ ജയിക്കും. അത് തൊപ്പി ഇൻഫ്ലുവൻസ് ചെയ്താലും ഇല്ലെങ്കിലും തൊപ്പിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ തൊപ്പി വന്നിട്ട് അക്ബറിനെയോ അല്ലെങ്കിൽ നമ്മുടെ നെവിനെയോ സപ്പോർട്ട് ചെയ്തിട്ട് പോട്ടെ. നെവിൻ ഒരു എൻ്റർടൈനറുമാണ്, നെവിനും അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും ഈ 5 പേരിൽ കുറച്ച് കുറവാണല്ലോ. നെവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കപ്പ് എടുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, തൊപ്പി വിചാരിച്ചാൽ ഒരു ബിഗ് ബോസിലെ വിന്നറിനെയൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീഡിയോയിൽ തൊപ്പി പറയുന്നുണ്ട് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന്. തോന്നലാണ്. ജിൻഡോ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ തൊപ്പിയും കൂടെ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അതിൻ്റെ ബെനിഫിറ്റ് വേണമെങ്കിൽ തൊപ്പിക്ക് ഇങ്ങനെ ഒരു പറയാം, ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്ന്. അതത്രേ ഉള്ളൂ. അത് വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും പറയാം ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന്. അതുപോലെ തൊപ്പിക്കും പറയാം. തൊപ്പിയും ഒരു പ്രേക്ഷകൻ കൂടിയാണ്. ചിലപ്പോൾ ഇടയ്ക്ക് മുറിക്കൊക്കെ ബിഗ് ബോസ് കണ്ടിരിക്കാം. അപ്പോൾ തൊപ്പിക്കും ഏതൊരാളെ പോലും പറയാം. അല്ലാതെ തൊപ്പിയുടെ മാത്രം കഴിവുകൊണ്ടാണ് ജിൻഡോ ജയിച്ചതെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതുപോലെ തൊപ്പിയുടെ മാത്രം കഴിവുകൊണ്ട് അനീഷ് ജയിക്കുമെന്ന് വിചാരിക്കരുത്.
ബിഗ് ബോസിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആണ്. ഇത് വേറെ യൂണിവേഴ്സ്, അത് വേറെ യൂണിവേഴ്സ്. സോ ഇവിടെ ഇന്ന് ആര് ജയിച്ചാലും, ഇന്ന് അനീഷ് ജയിച്ചാലും അനുമോള് ജയിച്ചാലും അത് ബിഗ് ബോസ് ഓഡിയൻസിന്റെ ഡിസിഷനാണ്. മറിച്ച് തൊപ്പിയുടെ ഇൻഫ്ലുവൻസ് സമ്മതിക്കണമായിരുന്നെങ്കിൽ തൊപ്പി കൃത്യമായിട്ടും ഏറ്റവും വീക്കായിട്ടുള്ള ആളെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കണമായിരുന്നു. അത് എവിഡന്റ് ആയിരിക്കും. ഓക്കെ, തൊപ്പിയുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇയാൾ ജയിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും ജയിക്കില്ല എന്നുള്ളത് എവിഡന്റ് ആണ്. ഇത് ബിഗ് ബോസ് ഓഡിയൻസ് രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സീസണാണിത്. വലിയൊരു മെജോറിറ്റി അനുമോളെയും വലിയൊരു മെജോറിറ്റി അനീഷിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഇവരിൽ ഒരാളെ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് അതിലെ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയും ഇനി ബൈ ചാൻസ് അയാൾ ജയിക്കുകയും ചെയ്താൽ ഒരിക്കലും അതിന്റെ ക്രെഡിറ്റ് തൊപ്പിക്ക് കിട്ടാനേ പോകുന്നില്ല. അത് മലയാളി ഓഡിയൻസ്, ബിഗ് ബോസ് ഓഡിയൻസിന്റെ ഡിസിഷൻ തന്നെയാണെന്നേ കരുതാൻ പറ്റൂ. ഒരു 5000-ഓ 10,000-ഓ വോട്ട് ചിലപ്പോൾ തൊപ്പി വിചാരിച്ചാൽ തൊപ്പിയുടെ ലൈവിലൂടെയൊക്കെ വരും. ഒരു സംശയം എനിക്ക് അതിനകത്തില്ല. തൊപ്പിക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. മറിച്ച് ലക്ഷങ്ങളുടെ വോട്ട് മറിക്കാൻ മാത്രമുള്ള ഒരു ഇൻഫ്ലുവൻസ് തൊപ്പി എന്ന് പറയുന്ന ഒരു ക്രിയേറ്ററിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇനി അത് എഗ്രി ചെയ്യണമെങ്കിൽ അടുത്ത സീസണിൽ ഒന്നുകിൽ തൊപ്പി എന്ത് ചെയ്യണം, ഇതുപോലെ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിനെ സപ്പോർട്ട് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്നാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, കഴിവുള്ളവരെ അംഗീകരിക്കണമെന്നേ. അല്ലാതെ നമ്മൾ അവരുടെ വേറെ ഈഗോ ഒന്നും ആരും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യണം. അല്ലാതെ നമ്മൾ വെറുതെ വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല.